വളരെ വ്യത്യസ്തമായ ഒരു വിഷയം. ഒരുപക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഇത്തരത്തിലുള്ള സംഭാഷണത്തിനിരിക്കുന്ന 9ാമത്തെയോ 10ാമത്തെയോ സ്റ്റേജാണിത്. അപ്പോൾ ആ തരത്തിൽ ഒരിക്കലും വന്നിട്ടില്ലാത്തൊരു വിഷയമാണ് എഴുത്തുകാരികളുടെ ആന്തരജീവിതവും ബാഹ്യജീവിതവും എന്നുള്ളത്. മാനസിയെപ്പോലെ ഒരു എഴുത്തുകാരി മലയാള സാഹിത്യത്തിന് വ്യത്യസ്തമായ തരത്തിലുള്ള കഥകൾ സമ്മാനിച്ച, മറ്റെഴുത്തുകാരികളെ പോലെ അല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്ന് എഴുതിയ കഥകൾ സമ്മാനിച്ച ഒരെഴുത്തുകാരിയോട് എഴുത്തുകാരികളുടെ ആന്തരിക ജീവിതത്തെപ്പറ്റി സംസാരിച്ചു തുടങ്ങാം എന്ന് കരുതുന്നു. ചേച്ചി, 1ാമത്തെ ചോദ്യം ഇത് തന്നെയാണ്. അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? ആന്തരിക ജീവിതം എന്നൊരു ജീവിതമുണ്ടോ? ബാഹ്യ ജീവിതവുമായി അതിനൊരു സംഘർഷമുണ്ടോ? ഉണ്ട് എന്നാണ് ഉറപ്പായിട്ടുള്ള എൻ്റെ ഉത്തരം. ആന്തരിക ജീവിതവും ബാഹ്യ ജീവിതവും തമ്മിൽ, പ്രത്യേകിച്ചും എഴുത്തുകാരികളുടെ, ഞാൻ പറയുന്നത് എഴുത്തുകാരികൾ എന്നല്ല, ഒരുപക്ഷെ എല്ലാ കലാകാരികളുടെയും, കലയിൽ വ്യാപരിക്കുന്ന എല്ലാവരുടെയും തന്നെ ഇതൊരു സത്യമാകാം. നമ്മൾ എഴുതിനകത്ത് ജീവിക്കുന്ന ജീവിതം അല്ല പുറത്ത് നമുക്ക് സാധ്യമാവുന്നത് എന്നതാണ് അതിൻ്റെ കാരണം. ഇത് ഒരു എഴുത്തുകാരിയുടെയാണ് ഞാനൊന്ന് പറയില്ല. ഒരു പക്ഷേ ഒരു തലമുറയിലെ, ഞാൻ കടന്നു പോകുന്ന ഒരു തലമുറയിലെ മിക്ക എഴുത്തുകാരികളുടെയും ഈ സംഘർഷഭരിതമായ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള പ്രധാന കാരണം ഈ പാട്രിയാർക്കൽ മൂല്യങ്ങളുള്ള ഒരു സമൂഹത്തിൽ വീടിൻ്റെ ഉമ്മർപ്പടിയിൽ സ്ത്രീയുടെ ജീവിതം അവസാനിക്കുന്നു എന്ന് പറയുന്ന ഒരു മൂല്യവ്യവസ്ഥയെ തകർത്തുകൊണ്ട് മാത്രമേ പുറത്തു കടക്കാൻ, ബാഹ്യമായി കടക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് ഈ സംഘർഷത്തിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു എഴുത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് എത്തുവാൻ എപ്പോഴും ആരെയും രൂപപ്പെടുത്തുന്നത് ബാല്യ കൗമാര കാലഘട്ടങ്ങളാണ്. തിരുവില്ലാമല പോലെ ഒരു സ്ഥലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയോ മരുമക്കത്തായമോ ഒക്കെ നിലനിന്നിരുന്ന ഒരു കുടുംബത്തിൽ വളരെ യാഥാസ്ഥിതികമായ ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന ആ ജീവിതം, അതിനെപ്പറ്റി ഒന്ന് പറയണം. കാരണം ഇവിടെ ഇരിക്കുന്നവർക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ടാവും. ഞാൻ ഏറെക്കുറെ ഭേദപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ഫ്യൂഡൽ കുടുംബത്തിലാണ് ജനിച്ചത്. ഈ ഫ്യൂഡൽ കുടുംബ വ്യവസ്ഥിതി തന്നെ അതിലെ മറ്റ് പല ഉപയോഗങ്ങൾ, അതായത് വീണ പഠിക്കാം, പുസ്തകം വായിക്കാം, ഡാൻസ് കളിക്കാം, പുറമേ അല്ല അകത്ത് ഡാൻസ് പഠിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ നന്മകൾ എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അത് നമ്മളുടെ ഈ അവിടുത്തെ സ്ത്രീകളിൽ ഏൽപ്പിക്കുന്ന വല്ലാത്ത ഒരു നിയന്ത്രണമുണ്ട്. ആ സാമൂഹ്യമായിട്ടുള്ള വിലക്കുകളെ മറികടന്ന് നമ്മുടെ കുടുംബക്കാർ നമ്മളെ പുറത്തു വിടില്ല. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പം ഈ ബാല്യം മുതൽ തന്നെ നമുക്ക് ഈ നിയന്ത്രണങ്ങൾ വളരെ പരിചിതവും. കൗമാരത്തിലേക്ക് വരുമ്പോൾ പിന്നെ ആ നിയന്ത്രണങ്ങൾ കൂടി കൂടി വരും. എൻ്റെ വീടിൻ്റെ 3 കിലോമീറ്റർ അകലെയാണ് ഭാരതപ്പുഴ. ഈ ഭാരതപ്പുഴയിൽ ഒരു വൈകുന്നേരം പോയി ഇരിക്കാൻ എനിക്ക് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് സാധിച്ചത്. കാരണം ഈ ഭാരതപ്പുഴ കാണാൻ പോവുക എന്നുള്ളത്, എന്തിനാണ് ഒരു സ്ത്രീ ഭാരതപ്പുഴയുടെ വക്കത്ത് പോയി സായന്തനം നോക്കിയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് എനിക്ക് കൃത്യമായ ഉത്തരങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്കത് ഇഷ്ടമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുമായിരുന്നത്. അത് അനുവദനീയമായിരുന്നില്ല. ഇതിൻ്റെ തുടർച്ചകളിലൂടെ കടന്നു വന്നപ്പോൾ 10ാം ക്ലാസ് പാസ്സായത് ഞാൻ തിരുവില്ലാമല ഹൈസ്കൂളിൽ നിന്നാണ്. ഒരു ഗ്രാമത്തിലെ സാധാരണ ഗവൺമെൻറ് ഹൈസ്കൂളിലാണത്. മലയാളം മീഡിയത്തിൽ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ഇനി പഠിപ്പ് മതി, ഇനി പോണ്ട, ഇനി ഹയർ സ്റ്റഡീസിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സാമ്പത്തിക സ്ഥിതി കുറച്ച് ഭേദപ്പെട്ടത് കൊണ്ടായിരിക്കാം. നീ പണിയെടുത്തിട്ട് വേണ്ടല്ലോ ഇവിടെ ഉള്ളവർക്ക് കഞ്ഞി കുടിക്കാൻ എന്നാണ് ഞാൻ ഇന്ന് നേരിട്ട ചോദ്യം. ഈ പഠിപ്പിന് അതിനപ്പുറം ഒരു തലമുണ്ടെന്നും അത് എത്രമാത്രം ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുമെന്നുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അതൊന്നും എൻ്റെ കുടുംബത്തിലുള്ളവരുടെ മനസ്സിൽ കൂടെ കടന്നു പോയിരുന്നില്ല. അത് കാരണം 4 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നിട്ടാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. അതിനുള്ള ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഈ എൻ്റെ ഗ്രാമത്തിൽ, അതായത് തിരുവില്ലാമലയിൽ ഹോസ്റ്റലില്ല. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാകുമ്പോഴേക്കും നമ്മൾക്ക് 15-16 വയസ്സാകും.
മറ്റൊരു ഗ്രാമത്തിൽ പോയിട്ട് സ്കൂളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ജീവിക്കുന്നത് അത് വേണ്ട. 10-16 വയസ്സായ ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് സൂപ്പർവിഷനൊന്നും ഇല്ലാതെ അവിടെ പോയി താമസിക്കണ്ട എന്ന് തന്നെയായിരുന്നു കുടുംബക്കാരുടെ തീരുമാനം. അതിനെതിരെയാണ് ഞാൻ 4 ദിവസം നിരാഹാര സത്യാഗ്രഹം തന്നെ. ഇന്ന് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഒരു പക്ഷെ ആലോചിക്കാൻ പോലും സാധ്യമായിന്ന് വരില്ല. അന്ന് ഞാൻ ചോദിച്ചു എൻ്റെ അമ്മയോട്, ഞാൻ തൂങ്ങിച്ചാവണോ അതോ നിങ്ങൾ എന്നെ കോളേജിൽ അയക്കോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് എനിക്കുള്ള ചോയ്സ് ഉണ്ടായിരുന്നത്. അവസാനമാണ് ഈ കോളേജിലേക്ക് പോകാനുള്ള മറ്റ് ഒരുപാട് കാരണങ്ങൾ മറ്റ് കുടുംബത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആൾക്കാരുടെ ഇടപെടൽ കാരണമാണ് ഞാൻ കോളേജിൽ പോകുന്നത്. പക്ഷെ ആ കോളേജിൽ പോയി അതിനുശേഷം ആ പടവെട്ടൽ പിന്നീട് വേണ്ടി വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ കെമിക്കൽ എഞ്ചിനീയറിംഗിലെ ഏക വിദ്യാർത്ഥിനിയായിരുന്നു മാനസി. അതുകൂടാതെ തന്നെ കേരള വനിതാ ഹോക്കി ടീമിൻ്റെ മെമ്പറായിരുന്നു. അപ്പോൾ അവിടേക്കൊക്കെ കടന്നു പോകാൻ കഴിഞ്ഞത് ഈ 4 ദിവസത്തെ നിരാഹാരം കൊണ്ട് തന്നെയായിരുന്നു. അത് ശരിയാണ്. കാരണം 4 ദിവസം നിരാഹാരം ചെയ്തിട്ട് കോളേജിലേക്ക് പോയി പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പശ്ചാത്തലമുണ്ട്. എനിക്ക് അന്ന് ഈ എൻട്രൻസ് എക്സാം ഇല്ല. അപ്പോൾ നമ്മൾക്ക് 12ാം ക്ലാസ്സിൽ കിട്ടുന്ന മാർക്കാണ് എൻജിനീയറിങ്ങിന് പോകണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് ഹയർ സ്റ്റഡീസിന് പോകണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ എല്ലാ കുട്ടികളെയും പോലെ തന്നെ മെഡിസിൻ അപ്ലൈ ചെയ്തു, എൻജിനീയറിങ്ങിന് അപ്ലൈ ചെയ്തു. എൻജിനീയറിംഗ് കെമിക്കൽ എൻജിനീയറിംഗ് പോയ ഒറ്റ കാരണം എനിക്കിഷ്ടമല്ലായിരുന്നു എൻജിനീയറിംഗ്. അപ്പോൾ എന്ത് പറ്റിച്ചാൽ അന്ന് ഈ കേരളത്തിൽ 30 സീറ്റേ ഉള്ളൂ എൻജിനീയറിങ്ങിന്, കെമിക്കൽ എൻജിനീയറിങ്ങിന്. അപ്പം ഞാൻ കിട്ടുമൊന്നുമില്ലാത്ത ഉറപ്പുള്ളത് കാരണം അത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ ഇത് രണ്ടിനും കിട്ടി, മെഡിസിനും കിട്ടി, എൻജിനീയറിങ്ങിനും കിട്ടി. ഇറ്റ് സോ ഹാപ്പൻഡ് ദാറ്റ് ഒരൊറ്റ ദിവസമായിരുന്നു എനിക്ക് അന്ന് ഒന്നില്ലെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പോകണം, അതല്ല എന്നെങ്കിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകണം. അന്ന് തലേ ദിവസം രാത്രി അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന് കരയാൻ തുടങ്ങി. ഒരൊറ്റ ഒരൊറ്റ അപേക്ഷയാണ് അമ്മ എൻ്റെ മുമ്പിൽ വെച്ചത്. ദയവ് ചെയ്ത് മാനസി ഡോക്ടർ ഭാഗം പഠിക്കാൻ പോകരുത്. എൻ്റെ ജീവിതത്തിൽ മുഴുവനുള്ള അഭിലാഷമായിരുന്നു ഒരു ഡോക്ടറാവുക എന്നുള്ളത്. പക്ഷെ സാധിച്ചില്ല. അമ്മയെ ധിക്കരിച്ച് ഈ മെഡിസിന് പോകുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പോലും ഒന്ന് വയ്യായിരുന്നു. അങ്ങനെ തീരെ ഇഷ്ടമില്ലാത്ത ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ 30 സീറ്റിൽ 28 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഞാനടക്കം ഉണ്ടായിരുന്നത്. വേറെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് മിക്ക ഇതിൽ സ്പോർട്സിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് വളരെ ഇഷ്ടമാണ് സ്പോർട്സ്. ഞാൻ മുമ്പ് തന്നെ അത്ലീറ്റാണ്. അപ്പോൾ അത് കാരണം സ്പോർട്സിൽ പങ്കെടുത്തിരുന്നു. ഡിബേറ്റിംഗിൽ സെക്രട്ടറി ആയിരുന്നു, ഫൈൻ ആർട്സിൽ സെക്രട്ടറി ആയിരുന്നു, അങ്ങനെ ഓർക്കസ്ട്രയിൽ പാടുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതിലും ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി. അത് വളരെ വളരെ സാർത്ഥകമായ, എനിക്ക് പുഷ്കലമായ എന്ന് തന്നെ പറയട്ടെ, അങ്ങനെ ഒരു ജീവിതം എഞ്ചിനീയറിംഗ് കോളേജ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പഠിക്കണമെന്ന് എൻ്റെ കുടുംബക്കാർക്ക് യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. 18 വയസ്സൊക്കെ ആയിട്ട് പിന്നെ കല്യാണം കഴിയാതിരിക്കുന്നത് എങ്ങനെയാണ്? 18-19 വയസ്സൊക്കെ ആയാൽ കല്യാണാലോചന തുടങ്ങിയാൽ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇതേപോലെ പേടിപ്പിച്ചു അവരെ. എനിക്ക് ഒരിക്കലും കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഒരിക്കലും കല്യാണം എന്നുള്ളത് എന്തുകൊണ്ടോ എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമായത്, ഈ നമ്മുടെ കുടുംബത്തിലെ കല്യാണം കഴിഞ്ഞവരുടെ സ്ഥിതികളൊക്കെ കാണാമല്ലോ അകത്തളങ്ങളിൽ ഇഷ്ടം പോലെ കരച്ചിലുകൾ, ഈ കസവിട്ട കരച്ചിലുകൾ ഒരുപാട് ഈ നാലുകെട്ടിനുള്ളിൽ ഞാൻ കണ്ടതാണ്. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു എല്ലാ നിയന്ത്രണങ്ങൾക്കും കീഴിൽ ജീവിച്ചു പോന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇതിനെ എതിരിടുക? ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ആകെ ചെയ്യുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് നടന്നില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കണേ. അത് നടന്നില്ല. അല്ല, അത് 2-3 പ്രാവശ്യം ശ്രമിച്ചതാണ്. 2 പ്രാവശ്യം. എൻ്റെ ആകെയുള്ള ഒരു മോഹം ഈ പഠിക്കണമെന്നും ഗവേഷണത്തിൽ ഏർപ്പെടണമെന്നും ഒക്കെയായിരുന്നു. ഒരു വിവാഹ ജീവിതം എന്നുള്ളത് ഒരിക്കലും ആവരുത് ഞാൻ എന്ന് ആഗ്രഹിച്ച ഒരു പൊസിഷനാണ് ഹൗസ് വൈഫ്. എന്നിട്ട് അവിടെ തന്നെ എത്തി. അതാണ് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് ഈ ആത്മഹത്യ ശരിക്കും പോസിറ്റീവ് അല്ല ചെയ്തത്,
തിരിച്ച് എനിക്ക് വീട്ടുകാർക്ക് എന്നെ കൂടുതൽ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ചോയ്സ് ഒന്നുമില്ല, കോളേജിൽ നിന്ന് കൊണ്ടുവന്നു, കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിപ്പിക്കുമ്പോൾ ഞാൻ ആകെ, നിങ്ങൾക്ക് അതുപോലെ ഇന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടില്ല. വർത്തമാനം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പോട്ടെ, കണ്ടിട്ടേ ഇല്ല. അതൊന്നും അത് ആ കാലത്ത് അതൊരു വലിയ കാര്യമൊന്നും ആയിരുന്നില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ബോംബെക്ക് പോയി. കല്യാണം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമാണ് ഞാൻ ബോംബെക്ക് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന തിരുവില്ലാമല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നേരത്തെ പറഞ്ഞ കസവിട്ട കരച്ചിലുകൾ കണ്ടു വളർന്ന ഒരാൾ ബോംബെ പോലെ ഒരു മഹാനഗരത്തിൽ എത്തിപ്പെടുന്നു. മഹാനഗരത്തിൽ എത്തിപ്പെടുമ്പോൾ ജീവിതം പാടെ മാറിയിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു ജീവിതം, കണ്ട കാഴ്ചകൾ മാറുന്നു, ഇടപെടുന്ന മനുഷ്യർ മാറുന്നു, എന്തിനല്ല ഭാഷ പോലും മാറുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് എഴുത്തിനെ സമ്പന്നമാക്കിയതെന്നാണ് ചോദ്യം. അത് അടുത്ത ചോദ്യം വേറെ ഉണ്ട്. എഴുത്തിനെ സമ്പന്നമാക്കിയത്, ജീവിതം മാറിയത്. ആദ്യം എനിക്ക് ബോംബെ ഞാൻ വല്ലാതെ വെറുത്ത ആളാണ്. കാരണം ഒരു ചെറിയ, ഇവിടെ വലിയ ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ പോണത്. അപ്പോൾ അവിടെ ചെന്ന് ഒരു ചെറിയ ഫ്ലാറ്റിനുള്ളിൽ കുറേ ആൾക്കാരും ഭർത്താവിൻ്റെ ഏട്ടനും അനിയനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് വളരെ ചെറിയൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ വല്ലാത്ത വെറുപ്പാണ് എനിക്ക് തോന്നിയത്. ഈ എൻ്റെ നീലത്തുരുത്ത് എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്, അത് അതിൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണ് ഞാൻ. അങ്ങനെ ഈ എൻ്റെ ആദ്യത്തെ കഥ പത്മീക എന്നുള്ളത് ഈ വിവാഹത്തിനെതിരെ എഴുതിയിട്ടുള്ള കഥയാണ്. മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ കഥ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെയ്തപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ പുറം ലോകത്തേക്ക് കടക്കാൻ തുടങ്ങി. അത് കുറേ ആവശ്യം കൊണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിനൊരു മാർക്കറ്റിംഗ് ആയിരുന്നു ജോലി. അത് കാരണം പുറമെ പോവും. അപ്പം നമ്മൾ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും പുറത്തു പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അതെനിക്കൊരു വലിയ വാതിലാണ് തുറന്നു തന്നത്. ആ പുറം ഈ കുടുംബം വിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ ഒരു ഉപാധിയായി തീർന്നു ഇത്തരമുള്ള ഒരു ജീവിതാന്തരീക്ഷം. അതോടുകൂടി എനിക്കൊരു വലിയ വാതിൽ തുറന്നു കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഏഷ്യാറ്റിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അങ്ങനെയുള്ള പിന്നെ ഏഷ്യാറ്റിക് ലൈബ്രറിയിൽ പോകാൻ തുടങ്ങി, ആൾക്കാരെ കാണാൻ തുടങ്ങി. അതിൻ്റെ കൂടെ എൻ്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ അവിടെ എൻ്റെ കൂടെ താമസിക്കാനെത്തി. ജോലി തേടി വന്നതാണ്, അധികം വന്നു. അദ്ദേഹത്തിന് എൻ്റെ താല്പര്യങ്ങൾ തന്നെയായിരുന്നു. അത് കലയിലും സാഹിത്യത്തിലും ചിത്രരചനയിലും ഒക്കെ ധാരാളം താല്പര്യമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഏട്ടൻ. ആ ഏട്ടൻ ഒരിക്കലും എന്നെ ഒരു പെൺകുട്ടിയായി കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ഈ അക്കാദമിക് അല്ലാത്ത, അതായത് ഈ കലാരംഗത്തുള്ള, സാഹിത്യ രംഗത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ തന്ന ഒരേ ഒരാൾ എൻ്റെ ജീവിതത്തിലെ ഏട്ടനായിരുന്നു. ഏട്ടനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പ്രസിദ്ധ ചെറുകഥാകൃത്തായിരുന്ന PA ദിവാകരനാണ്. അതൊരു വലിയ തുണയായി എനിക്ക്. അപ്പം ഏട്ടൻ്റെ കൂടെ എല്ലാവരുടെയും പോവും. അങ്ങനെ ഞാൻ ജഹാംഗീർ ആർട്ട് ഗാലറി കണ്ടു. ഞാൻ NCPA എന്നുള്ള നാടകം, അന്താരാഷ്ട്ര നാടകങ്ങൾ അരങ്ങേറിയിരുന്ന സ്റ്റേജ് കണ്ടു. അങ്ങനെ ഓരോന്നായിട്ട് ഏട്ടൻ എന്നെ എല്ലാവിടേക്കും കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോ ആ പോക്കിനെ തടയാതിരിക്കാനുള്ളൊരു കാരണം. ഇതൊക്കെ പലപ്പോഴും ഇത് ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. നേരെ മറിച്ച് എൻ്റെ തലമുറയിൽപ്പെട്ട പലർക്കും കിട്ടാത്ത ഒരു സൗകര്യം കൂടിയായിരുന്നു അത്. ഇത് എൻ്റെ ആന്തരിക ജീവിതം എന്ന് പറയുമ്പോൾ ഞാനത് ശരിക്കും അതിനൊരു പ്രത്യേക പ്രസക്തി ഒന്നുമില്ല. പക്ഷേ ഇത് അന്ന് ആ കാലത്തെ മിക്ക എഴുത്തുകാരികളുടെ ജീവിതം കൂടിയായിരുന്നു എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പ്രസക്തി ഉണ്ടാക്കുന്നത്. പല ആൾക്കാരുടെ കഥകളും ഞാൻ അറിഞ്ഞത് വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു ജീവിതം അവർ നേരിട്ടിരുന്നു എന്ന് തന്നെയാണ്. അതിനൊക്കെ ഒരു മറുപടിയായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ദേഷ്യം എങ്ങനെയെങ്കിലൊക്കെ തീർക്കാനായിട്ടോ ആണ് ഒരു പക്ഷേ എൻ്റെ എഴുത്ത് മനസ്സിലേക്ക് വന്നിരിക്കുക. ഇത്തരത്തിലുള്ള എഴുത്ത് ഞാൻ എഴുതാൻ തുടങ്ങിയത് 12 വയസ്സിലാണ്. അപ്പോഴൊക്കെ എനിക്ക് തോന്നും എഴുതാൻ തോന്നുന്നു എന്നുള്ളതിന് എന്താ കാരണം ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. എഴുതാൻ എന്തുകൊണ്ട് എഴുതുന്നു എന്നുള്ളതിനോട് ഒറ്റ കാരണം എഴുതാൻ തോന്നുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ കെമിസ്ട്രി, അതായത് എഴുത്തിൻ്റെ രാസതന്ത്രം എനിക്ക് അറിഞ്ഞുകൂടാ. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തോന്നുന്ന പോലെയാണ് എനിക്ക് എഴുത്ത്. ആ എഴുതാൻ തോന്നിയാൽ ഈ ലോകത്തിൽ ഒരാൾക്കും എന്നെ തടുക്കാൻ സാധിക്കില്ല. അത് എന്ത് തടസ്സങ്ങളെ ഒരുപക്ഷെ ഞാൻ നേരിട്ടു എന്ന് വരും. പക്ഷേ ആ എഴുതാൻ തോന്നുമ്പോൾ മാത്രമേ എഴുതാൻ കഴിയൂ എന്നുള്ളതായിരുന്നു എനിക്കുള്ള ഏറ്റവും വലിയ ഒരു
പരിമിതി. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ കഥ ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല, എഴുതാനേ പറ്റില്ല. ഒരു ഡിപ്രഷൻ ഞാൻ അനുഭവിച്ചിരുന്നു. ആ ഡിപ്രഷൻ്റെ ബാക്കി കൂടി ആയിരുന്നു ആ എഴുത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നു. അപ്പം മാത്രമേ എനിക്ക് എഴുതാൻ പറ്റൂ. എഴുതുന്ന പലതും ഒരു ചെറിയ സ്പാനിലാണ് ഞാൻ എഴുതുക. അതങ്ങനെയല്ല എല്ലാ എഴുത്തുകാരികളും ഒട്ടുമല്ല കേട്ടോ പറയുന്നത്. ഞാൻ എഴുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ് പോലെയാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിച്ചിട്ട് ഞാൻ എഴുതിയിരിക്കാറുള്ളൂ. 2-3 മണിക്കൂറിൻ്റെ എഴുത്താണ് ഞാൻ ചെയ്യാറ്. പിന്നെ ആ മൂഡിലല്ലാതെ ആ കഥയെ എനിക്കൊരിക്കലും തിരുത്തി എഴുതാൻ പറ്റാറില്ല. തിരുത്തുക എന്നുള്ളത് പലപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല. ആദ്യത്തെ ഡ്രാഫ്റ്റ് തന്നെ ഫെയർ ചെയ്യും, പക്ഷെ അങ്ങനെ തന്നെ അയക്കുകയാണ് പലരും. ഈ ബോംബെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് സാഹിത്യം എഴുതി എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കഥകൾ എഴുതിയാൽ ബോംബെ കാലത്താണ്. പക്ഷെ മറ്റൊരു ആന്തരിക ജീവിതം രൂപപ്പെട്ടു വരുവാൻ മാനസയെ സഹായിച്ചത് നിങ്ങളുടെ ഏട്ടൻ ഉൾപ്പെടെ വേണു സാർ ഉൾപ്പെടെയൊക്കെ ഉണ്ടായിരുന്നവരുടെ നാടക പ്രവർത്തനങ്ങളാണ്. അതിനെക്കുറിച്ചുകൂടി ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു പക്ഷേ അത് അറിയുണ്ടാവില്ല. നിങ്ങളന്ന് ബോംബെയിൽ ഒരു മലയാള നാടകവേദി ഉണ്ടാക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തവരാണ്. അതെ, ഈ ഏട്ടൻ നാടകം എഴുതാനൊക്കെ ഞങ്ങൾ ഈ നാടകത്തിലൊക്കെ പോവും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് TMP നെടുങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിക് എന്ന പേരിൽ സിനിമകളെ നിരൂപണം ചെയ്തിരുന്ന ഒരു ഉണ്ടായിരുന്നു TMP നെടുങ്ങാടി. ഈ TMP നെടുങ്ങാടിയുടെ നാദിർ ഷാ എന്നുള്ള പേരിൽ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശിഷ്യരായിട്ടാണ് ഞങ്ങൾ കൂടി. അദ്ദേഹത്തിന് വീട്ടിൽ കൂടും. അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് സൂര്യന് താഴെയുള്ള എന്തിനെ കുറിച്ചിട്ടും സംസാരിക്കാം. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ആദ്യമായിട്ട് മാഷ് പറഞ്ഞു എന്നാണ്, നമ്മൾ കാണുന്ന ഈ കമേഴ്സ്യൽ നാടകങ്ങളല്ല ശരിക്കും നാടകത്തിന്റെ സത്ത. അങ്ങനെ മാഷ് ഞങ്ങളെ നല്ല പുതിയ നാടകങ്ങളിലേക്ക് കൊണ്ടുപോയി. മാഷയുടെ കീഴിൽ ഞങ്ങളൊരു നാടക ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ നാടക ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ ജോലി ചെയ്തിരുന്നില്ല, അന്ന് ജോലി ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ശരി. നീ സമ്പാദിച്ചിട്ട് വേണ്ട ഈ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ എന്നുള്ളത് തന്നെയായിരുന്നു എപ്പോഴത്തെയും ഞാൻ കേട്ടുകൊണ്ടിരുന്ന വാചകം. അത് സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ലാതിരിക്കാനുള്ള കാരണം അതാണ്. ഞാനൊരു കഥയിൽ എഴുതിയിട്ടുണ്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യം സ്വന്തം ചിറകുകളാണ് എന്ന്. അതില്ലാതെ എന്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്ന് അന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിവേ, അത് ഈ നാടക പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടു. ഞങ്ങൾ പലപ്പോഴായിട്ട് നാടകങ്ങൾ ചെയ്തു അവിടെ. ഇതൊക്കെ ഒരു വലിയ എക്സ്പോഷറാണ് എനിക്ക് തന്നത്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ സഹൃദയ പറഞ്ഞിട്ടൊരു ഫിലിം സൊസൈറ്റി നടത്തി. ഈ മാഷുടെ ഗൈഡൻസിൽ തന്നെയാണ് ചെയ്തത്. അന്ന് GR രവീന്ദ്രനും പവിത്രനും അങ്ങനെയുള്ള ഇവിടുത്തെ കേരളത്തിലത്തെ പ്രതിഭാശാലികളായിട്ടുള്ള സിനിമാ സംവിധായകരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അവരായി സംസാരിക്കുമായിരുന്നു. അത് മറ്റൊരു തരത്തിലുള്ള വലിയ എക്സ്പോഷർ എനിക്ക് തന്നു. കൂട്ടത്തിൽ സാഹിത്യപരമായിട്ടുള്ള മറാഠി സാഹിത്യപരമായിട്ടുള്ള എൻ്റെ കോണ്ടാക്റ്റിലൂടെ കുറേ മറാഠി സാഹിത്യകാരന്മാരായിട്ട് പരിചയപ്പെടാൻ തുടങ്ങി. ഇന്റർനാഷണൽ തിയേറ്റർ, ഇന്റർനാഷണൽ മ്യൂസിക് എല്ലാം ബോംബെ എനിക്ക് തന്നു. ഇന്ന് ഞാൻ ആരാണോ, ഈ മാനസി ബോംബെയുടെ പ്രോഡക്റ്റാണ്. കേരളത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നതിൻ്റെ ഒരു 100 ഇരട്ടി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എക്സ്പോഷർ എനിക്ക് ബോംബെ തന്നിട്ടുണ്ട്. അതൊരു വലിയ ചക്രമാണ് എൻ്റെ മുമ്പിൽ തുറന്നിട്ടത്. പ്രവാസം അതാണ് എനിക്ക് തന്നത്. ഈ പ്രവാസം, ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഈ പ്രവാസമൊക്കെ നമ്മുടെ മനസ്സിൽ അവിടെ കിനിഞ്ഞിറങ്ങുന്നുണ്ടല്ലോ പല കാര്യങ്ങൾ. അങ്ങനെ അത് കഥകളെ ബാധിച്ചു. സിനിമയിൽ സമൂഹത്തിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ ബോംബെയിലെ പശ്ചാത്തലത്തിൽ ഞാൻ കണ്ട, എനിക്ക് ഒരിക്കലും കേരളത്തിൽ നിന്ന് കിട്ടുമായിരുന്നില്ലാത്ത ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയതും അത് പതുക്കെ എൻ്റെ മനസ്സിലേക്ക് കിനിഞ്ഞിറങ്ങുകയും ചെയ്തു. അതൊക്കെ എൻ്റെ കഥകളിൽ പ്രതിഫലിച്ചിരുന്നിരിക്കണം. അതൊന്നും ബോധപൂർവമായ ഒരു ശ്രമമല്ല. ഈ കഥ എഴുതുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവമായ ശ്രമമല്ല. ഞാൻ പലപ്പോഴും എഴുതി കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ എപ്പോഴാണ് ആലോചിച്ചത്? ഈ വാക്കുകളോ ഈ സംഗതികളോ ഒന്നും എൻ്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടേ ഇല്ലല്ലോ. അങ്ങനെ ഞാൻ അറിയാത്ത പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ കഥകൾ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ
മിനി പറയുമായിരിക്കാം. അപ്പോൾ ഞാൻ തീരെ കാണാത്ത, തീരെ പരിചിതമല്ലാത്ത സന്ദർഭങ്ങളെ കുറിച്ചിട്ട്, പശ്ചാത്തലത്തെ കുറിച്ചിട്ട് ഞാൻ കഥകൾ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ എഴുതാൻ എനിക്ക് അപ്പോൾ തോന്നി എന്ന് മാത്രമാണ് എനിക്ക് അതിനുള്ള ഉത്തരം. ഈ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ബോംബെ പോലെ ഒരു മഹാനഗരത്തിൽ എത്തിപ്പെട്ട് ജീവിതം പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് കണ്ട മനുഷ്യരുടെ ജീവിതമോ അല്ലെങ്കിൽ മനുഷ്യരോട് ഇടപെടുന്നതോ പോലും വളരെ വ്യത്യസ്തമായിരുന്നു, അല്ലേ? അത് തീർച്ചയായിട്ടും ഈ ഒരു എഴുത്തു ജീവിതത്തെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ആ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും അറിയാം. കാരണം അമ്മാവൻ്റെ മുൻപിൽ, പക്ഷെ അപ്പോൾ ഈ മനസ്സിയുടെ എല്ലാ കഥാപാത്രങ്ങളുടെയും സ്വഭാവം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതിനെ വെല്ലുവിളിച്ചേ മതിയാകൂ എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മാവനോട് നേരിട്ട് തൻ്റെ കാമുകനെ എങ്ങനെയാണ് കൊന്നത് എന്ന് ചോദിക്കുന്ന മരുമകളുണ്ടാകുന്നത്. അന്ന് സ്വപ്നം കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ അത് അറിയുന്നത്? അല്ല അമ്മാവൻ നുണ പറയാന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് എന്നാണ് മറുപടി. അത്രയും പറയുന്ന ഒരു സ്വരം അന്നൊരു കുടുംബത്തിനകത്തുണ്ടാവുക എന്ന് പറയുന്നത് വളരെ അസാധാരണമായ ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ മാനസിക്ക് കഴിഞ്ഞത് മാനസിയുടെ ബോംബെ ജീവിതം കൊണ്ടായിരിക്കും. ആണ് എന്ന് തന്നെ പറയും. ഞാൻ കുട്ടിക്കാലം മുതലേ അത് പറഞ്ഞു വരുമ്പോൾ അത് എൻ്റെ വൈയക്തികമായിട്ടുള്ള കഥയായതുകൊണ്ട് ഇതിവിടെ പ്രസക്തിയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചിട്ട് 18 വയസ്സിലാണ്. അപ്പോൾ വന്നിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുപോകും. അമ്മ ഒരു നല്ല വായനക്കാരിയായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാവരും, ഞാൻ വളർന്ന സാഹചര്യത്തിൽ എല്ലാവരും നല്ല വായനയ്ക്ക് ചൂസിങ് ഉണ്ടായിരുന്നു. എന്ത് വായിക്കണം അതുണ്ടായിരുന്നു. മനോരമയൊന്നും വായിക്കാൻ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ തിരുവിലാമലയിൽ ഒരു നല്ല വായനശാല ഉണ്ടായിരുന്നു. അതിൻ്റെ ഫൗണ്ടർ മെമ്പർമാരൊക്കെ ഒക്കെ എൻ്റെ അമ്മാവനൊക്കെ ഉണ്ടായിരുന്ന കാരണം എനിക്ക് ഇവിടെ എല്ലാവരും, പിന്നെ അക്ഷരശ്ലോകം ചൊല്ലും ഞങ്ങൾ, അത് നിർബന്ധമായിരുന്നു വീട്ടിൽ. അക്ഷരശ്ലോകം ചൊല്ലുന്ന ഈ അക്ഷരശ്ലോകത്തിലൂടെയാണ് ഞാൻ കുമാരനാശാനെയും വെള്ളത്തോളിനെയും ഉള്ളൂരിനെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ അക്ഷരശ്ലോകം ചെല്ലുമ്പോൾ ശ്ലോകം ചെല്ലണം, അർത്ഥം അറിയണം. അതിൻ്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അത് പോയി പഠിച്ചിട്ട് വരാൻ പറയും അമ്മാവനും വലിയമ്മയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു കവിതയുടെ ഒരു ലോകം എനിക്ക് അക്ഷരശ്ലോകം ആണ് തന്നത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ആദ്യത്തെ കഥ ഞാൻ ഈ അമ്മ എന്നെ കൊണ്ട് ബാലപംക്തി വായിച്ചില്ലെങ്കിൽ അടി കിട്ടും. അങ്ങനെയുള്ള ആ അമ്മ എന്നോട് പറഞ്ഞത് വായിച്ചാൽ മതി, എഴുതണ്ട എന്നാണ്. അങ്ങനെ എഴുതാനുള്ള യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് അവിടെ. ആദ്യത്തെ ഇത് സ്റ്റാമ്പിനുള്ള കാശ് കട്ടെടുത്തിട്ടാണ് ഞാൻ കഥ അയക്കുന്നത്. ഈ കഥ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അമ്മയെ ഞാനൊരു എന്താ പറയുക, ഈ കോംപ്ലിമെൻ്ററി കോപ്പി ഇങ്ങനെ കാണിച്ചു. നമ്മൾ ഈ രാജാവൊക്കെ വാള് ഊരണ പോലെ നിറ്റത്തെ അമ്മയെ കൊണ്ടത് കാണിച്ചു. അമ്മ അതിൽ നോക്കി. അത് ആക്ച്വലി അതിൻ്റെ ചിത്രം ആ കഥ ശരി ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ചിട്ട്, എക്സ്ട്രാ മാരിറ്റലല്ല, ഒരു സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ചിട്ടുള്ളതായിരുന്നു. എനിക്ക് 18 വയസ്സാണ്. അമ്മയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു. അമ്മ അത് അങ്ങനെ തന്നെ, നിങ്ങൾക്കൊക്കെ അറിയില്ല, ഈ പണ്ട് വിറകൊക്കെ പൂട്ടുന്ന അടുക്കള ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിൽ ഞങ്ങൾ വിറക് ഉണങ്ങാൻ വയ്ക്കുന്ന അട്ടം എന്ന് പറയുന്ന ഒരു, അറിയില്ല നിങ്ങൾക്കത് അറിയുമോ എന്ന്, ഈ അടുപ്പിൻ്റെയൊക്കെ മുകളിൽ വിറക് ഉണങ്ങാൻ വയ്ക്കും. അങ്ങനെ ഒരു സ്ഥലം, അതിൻ്റെ മുകളിലേക്ക് അമ്മ വലിച്ചെറിഞ്ഞു. ആ പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ വന്നിട്ട് ഒരു റൂമിലിട്ട് പൂട്ടി അടിച്ചു വേണ്ടത്ര. അമ്മ ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ്, ഇനി എഴുതരുത്, ഇനി എഴുതരുത് എന്ന് പറഞ്ഞപ്പോൾ അവസാനം അമ്മ എന്നെ പൂട്ടിയിട്ടിട്ട് പോയപ്പോൾ ഞാൻ കരയുന്നത് നല്ല അടിയുണ്ടേ. അപ്പോൾ കരഞ്ഞപ്പോൾ ഞാൻ ആ കണ്ണീരുണ്ട്, മെലോ ഡ്രാമാറ്റിക്കാണ് കേട്ടോ സംഗതി, കണ്ണീരെടുത്തിട്ട് ഈ വിൻഡോ സില്ലിൽ എഴുതുകയാണ് ഞാൻ ഇനിയും എഴുതും, ഇനിയും എഴുതും, ഇനിയും എഴുതും. അങ്ങനെ 3 തരത്തിൽ ഞാൻ എഴുതും. അത് അവിടെ പറയുന്നുണ്ട്. അത്തരം ഒരു അന്തരീക്ഷത്തിൽ എനിക്കറിയാം അത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടികളായിട്ട് സംസാരിക്കാൻ പോലെയുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഒരു തറവാട്ടിലൊരു കുളമുണ്ട്, അവിടെ കുളിക്കണ്ടെന്ന് പറയും, വീട്ടിൽ നിന്ന് കുളിച്ചാൽ മതി എന്ന് പറയും. ഇതൊക്കെ എനിക്കറിയാം. എന്നിട്ടും ഞാൻ എന്തേ എഴുതി എന്നുള്ള ചോദ്യത്തിന് ഞാൻ ബോംബെയിൽ ചെന്നിട്ട് ഒരു മനഃശാസ്ത്രജ്ഞനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്നോട് മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ ഒരു കാര്യം, മാനസയുടെ മാനസിക ഘടന ഇതാണെങ്കിൽ മാനസ എഴുതും. ഇത് എല്ലാ എഴുത്തുകാരികളെ കുറിച്ചിട്ടും പ്രസക്തമാണ്, പ്രധാനവുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഴുത്ത് എങ്ങനെ വരുന്നു നമ്മൾക്ക്, അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് കവിത എഴുതുന്നില്ല, എന്തുകൊണ്ട് നോവൽ എഴുതുന്നില്ല, എന്തുകൊണ്ട് കഥ, ഓരോരുത്തരും എന്തുകൊണ്ട് അത്
ഈ വിഭാഗത്തിൽ മാത്രം വ്യാപരിക്കുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ അല്ലാത്തവരുണ്ട്. അതിൻ്റെ കാരണം ഞാൻ ചൂസ് ചെയ്തതല്ല കഥ. എൻ്റെ മനസ്സിലേക്ക് അങ്ങനെയാണ് അത് വന്നത്. അത് മാത്രമേ എനിക്ക് പറയാൻ അറിയൂ. ഇതാണ് മാനസിക ഘടന, ഇതാണ് എഴുത്തിനെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അത് മനഃശാസ്ത്രത്തിൽ തന്നെ പറയണം. പരമ്പരാഗത വിശ്വാസങ്ങൾ, ഇപ്പം ഇങ്ങനെ വളർന്നു വന്ന ഒരാൾ തീർച്ചയായിട്ടും പരമ്പരാഗത വിശ്വാസങ്ങളിൽ കൂടി അധിഷ്ഠിതമായിരിക്കും. പക്ഷേ മാനസിക കഥാപാത്രങ്ങൾ പരമ്പരാഗതമായി എല്ലാ വിശ്വാസങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ട്. അലിയുന്ന നിറങ്ങൾ എന്ന് പറയുന്ന കഥയിൽ ചോറ് കണ്ടാൽ പിന്നെ കാക്ക കൊത്താതിരിക്കുക എന്നാണ് ബലിയിടുന്ന ചടങ്ങിനെ പറ്റി പരാമർശിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം ഉണ്ടായിട്ട് എന്താ കാര്യം, സഭാവാസിയാകാനല്ലല്ലോ ദൈവത്തെ നമുക്ക് ആവശ്യം. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ മിക്കവാറും കഥകളിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പരമ്പരാഗതമായ വിശ്വാസങ്ങളിൽ നിന്ന് മാനസി ഊരിത്തെറിച്ചു പോയത്? അത് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അമ്മ എൻ്റെ ഒരുപാട് ഈ പുരാണങ്ങൾ മുഴുവനും വായിക്കുകയും ഒരു പരിധി വരെ വിമർശന ദൃഷ്ടിയ അതിനെ നോക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ഞാൻ ദൈവവിശ്വാസിയല്ല. എനിക്കങ്ങനെ ഇന്ന് നമ്മൾ പ്രചരിപ്പിക്കപ്പെടുന്ന അർത്ഥത്തിൽ ഒരു ദൈവം ഉണ്ടെന്നോ ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാൻ പോയി 4 അണയോ 8 അണയോ വഴിപാടിട്ടിട്ട് പ്രാർത്ഥിച്ചാൽ ഉടനെ എനിക്ക് 10 മാർക്ക് കൂടുതൽ കിട്ടുന്നോ 10 ഉറുപ്പിക കൂടുതൽ കിട്ടുന്നോ എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഞാൻ വിശ്വാസിയല്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ഈ അമ്മയുടെ ക്രിട്ടിക്കലായിട്ടുള്ള വ്യൂ കുറച്ചുകൂടി വലുതാക്കി ചെന്നപ്പോൾ എനിക്ക് തോന്നി ഇത് മുഴുവൻ കെട്ടിപ്പടുത്ത ഒരു സാധനമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ഈ അമ്പലത്തിലേക്ക് എന്നെ പിറന്നാൾ ദിവസം അമ്മ അയക്കും. അപ്പം പറയുമ്പോൾ അമ്മ പറയും, അവിടെ പോയിട്ട് മാർക്ക് കിട്ടണേന്നൊന്നും പ്രാർത്ഥിക്കരുത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അമ്മയ്ക്ക് സംസ്കൃതം അറിയാം, അങ്ങനെ പറയാവൂ. എൻ്റെ മുത്തശ്ശനോട് സംസ്കൃത പണ്ഡിതനൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ പറയാവൂ, അതേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയും. അങ്ങനെ അവിടുന്ന് തുടങ്ങിയതാണ്. എന്തുകൊണ്ടോ ഈ പരമ്പരാഗത വിശ്വാസങ്ങളെ വളരെയധികം ചോദ്യം ചെയ്യാനുള്ള ഒരു ത്വര എന്നിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 18 വയസ്സ് മുതൽ തന്നെ റബലാണ്. റബൽ ആ വാക്ക് ഉപയോഗിക്കാമെങ്കിൽ എനിക്ക് ഈ വ്യവസ്ഥിതിയെ ഒട്ടും ബഹുമാനമില്ലായിരുന്നു. സ്ത്രീകളെ അടച്ചിടുന്ന, ദളിതരെ അടച്ചിടുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ ഫ്യൂഡൽ കുടുംബത്തിലത്തെ പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങളെ ഈ അനീതി ദിവസവും കാണും. ഓരോ ദിവസവും നിങ്ങൾ ഈ ബാലന് ചൊല്ലിക്കാട് ഈയിടെ ഫേസ്ബുക്കിൽ എഴുതിയ പോലെ മണ്ണിൽ കുഴികുത്തി പാള വെച്ച് കഞ്ഞി കുടിക്കുന്ന ആൾക്കാരെ നമ്മൾ ദിവസവും കാണും. ഇത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. എന്തിനാ ഇവരൊക്കെ എന്താണ് വ്യത്യാസം? അങ്ങനെ ഒരു ചിന്ത എന്നിൽ അറിയില്ല എന്തുകൊണ്ട് മുളച്ചു വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പ് കൂടി ഒരു ഇറുമ്പ് പോകുന്നുണ്ടായിരുന്നു. ആ ഇറുമ്പിനെ ചവിട്ടിക്കൊല്ലണ്ടയോ, അതാണ് എൻ്റെ മുരളീധരൻ നായരുടെ ഒരു ദിവസം എന്നുള്ളൊരു കഥയുടെ ബീജം അവിടുന്നാണ്. എനിക്ക് ചവിട്ടിക്കൊല്ലണ്ടയോ എന്ന് ഞാൻ കുറേ നേരം ഈ പുസ്തകം കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ ആലോചിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആലോചിക്കുകയാണ്, അഥവാ ഞാൻ ചവിട്ടിക്കൊന്നു നോക്കിയാ, അതും എനിക്ക് ദൈവം പറഞ്ഞിട്ടല്ലേ ഞാൻ ചവിട്ടിക്കൊന്നത്, പിന്നെ എങ്ങനെ എനിക്കതിൽ പാപം കിട്ടുക? അങ്ങനെ ഒരു പാപമൊന്നും ഉണ്ടാവില്ല. ഈ പാപപുണ്യങ്ങളെ എന്തൊക്കെ തരത്തിലാണ് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ചത് എന്ന് എനിക്ക് കുട്ടിക്കാലം മുതൽ ഞാൻ ആലോചിച്ച് തുടങ്ങിയിരുന്നതാണ്. അതിലൊരു പരിധി വരെ എൻ്റെ അമ്മാവൻ കൂടിയുണ്ട്. അമ്മാവൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അമ്മാവൻ്റെ മുമ്പിലെ എന്ത് ചോദ്യം ചോദിക്കാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നു. ഒക്കെ വീട്ടിനകത്ത് കേട്ടോ. അമ്മാവൻ്റെ അടുത്ത് 18 വയസ്സിൽ ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എനിക്കൊരു വേശ്യയായിക്കൂടാ. അമ്മാവൻ എന്നോട് സാധാരണ നിലയ്ക്ക് തല്ലു കിട്ടും അല്ലേ പക്ഷെ അമ്മാവൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കൂ. എന്നിട്ട് എനിക്ക് സോഷ്യോളജിയിൽ ഒരു വലിയ ക്ലാസ് തന്നു. എന്താണ് വേശ്യ, എങ്ങനെയാണ് വേശ്യ എന്നുള്ള വാക്ക് രൂപപ്പെട്ടത്, എന്താണ് സമൂഹത്തിലെ വേശ്യയായിട്ട് ആരെയാണ് അടയാളപ്പെടുത്തുന്നത്, അങ്ങനെ ഒരു വലിയ സോഷ്യോളജി ക്ലാസ് എനിക്ക് തന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം എനിക്ക് പരമ്പരാഗത വിശ്വാസങ്ങളിലൊന്നും ഒട്ടും വിശ്വാസമില്ല. അറിയില്ല, ദൈവം എന്നെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം എൻ്റെ മുമ്പിൽ വന്ന് നിന്നെങ്കിൽ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ദൈവത്തിനോട്. എൻ്റെ ദൈവമേ, ഒരു മാജിക് പ്ലാന്റ് പോലെ എന്ത് ചെയ്യാനും കഴിവുള്ള ദൈവമേ, എന്തിനാണ് ഇങ്ങനെ സമത്വമില്ലാത്ത, അസമത്വഭരിതമായ, സംഘർഷഭരിതമായ ഒരു ലോകം നീ ഉണ്ടാക്കിയത് എന്ന് ഞാൻ ചോദിച്ചേനെ. ആദ്യകാല കഥകൾ എൻ്റെ ഒരു
കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ വേര് എന്ന് പറഞ്ഞ കഥ, വേരും കുടുംബത്തിനുള്ളിൽ തന്നെയാണ്, പക്ഷെ വേര് എന്ന് പറഞ്ഞ കഥ വരുന്നതിന് മുൻപുള്ള കഥകളിൽ ഈ പറഞ്ഞ ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ അപരിചിതമായ ഈ ഒരു ഫ്യൂഡൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ബന്ധങ്ങളുടെ ശിഥിലത, ഈവൻ ചൈൽഡ് അബ്യൂസിനെ പറ്റി പോലും മാനസി എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചു പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള വരികൾക്കിടയിലൂടെ വായിച്ചു പോകുമ്പോൾ മാനസിയുടെ കാഴ്ചകളുടെ അവതരണങ്ങളായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഏട്ടത്തിയുടെ ഭർത്താവ് അനിയത്തിയുമായിട്ടൊരു ബന്ധം നമ്മൾ പറയുന്ന തരത്തിലുള്ളതല്ല, അല്ലെങ്കിൽ സാമൂഹ്യ അംഗീകാരമില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുന്നത് കുഴി എന്ന് പറയുന്ന കഥയിൽ പറയുന്നുണ്ട്. ഒരു കുട്ടി ചൈൽഡ് അബ്യൂസിന് വിധേയമാകുന്നത് പരീക്ഷണം എന്ന് പറയുന്ന കഥയിലുണ്ട്. ഇങ്ങനെ ഒരുപാട്. അപ്പോൾ ആ തരത്തിലുള്ള സ്ത്രീകൾ പുറത്തേക്ക് പറയാൻ കഴിയാതെ ഉള്ളിൽ അമർത്തി വയ്ക്കുന്ന ഒരുപാട് നൊമ്പരങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ കടന്നു പോവുകയും അതൊക്കെ ഒരു ജീവിതത്തെ, മാനസിക ജീവിതത്തെ രൂപപ്പെടുത്തുകയും അത് കഥയിലേക്ക് സംക്രമിക്കുകയുമായിരുന്നു എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെ കാണുന്നു? ഈ ഫ്യൂഡൽ കുടുംബങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിത്യവും അനീതിയുടെ കൂത്തരങ്ങാണ് ശരിക്കും നിങ്ങളുടെ വേലക്കാരോട് പെരുമാറുന്നത്. അതൊക്കെ പക്ഷെ അന്ന് എനിക്ക് കണ്ടു എന്നല്ലാതെ അതിനെ അനലൈസ് ചെയ്യാനോ അതെന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് ഇന്നൊരു വളരെ കുറ്റബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പലപ്പോഴും എന്തൊക്കെ അനീതികളാണ് ഞാൻ ചെയ്തത് ശരിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ സെഷനിൽ നെറോണ പറയേണ്ടായി, വരേണ്യമായ ഒരു ഭാഷ അതിനെ തകർത്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ഭാഷയ്ക്ക് രൂപം കൊടുക്കാൻ ശ്രമിച്ചത് എന്ന് പറയണ്ടായി. വളരെ ശരിയാണ്. പക്ഷേ ഒരു ഫ്യൂഡൽ കുടുംബത്തിൽ പിറന്നു വീണ ഒരു പെൺകുട്ടിക്ക് എന്താണ് അറിയുക? നിങ്ങൾ കാണുന്ന പ്രതീകങ്ങൾ നിലവിളക്കും മണിവിളക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആലോചിക്കാനോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഉപമകളോ ഉൾപ്രേക്ഷ്യങ്ങളോ കൊണ്ടുവരാനോ സാധിക്കൂ. വേറൊരു ലോകം അറിയില്ല. ഈ വരേണ്യവർഗത്തിലത്തെ ഈ ഫ്യൂഡലിൽ ജീവിച്ച അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു ലോകമില്ല, അറിയില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അപ്പുറത്തൊരു ലോകം ആകെ കിട്ടുന്നത് ഇന്ന് സുഹറ പറഞ്ഞ പോലെ വായനയിലൂടെ മാത്രമാണ്. ഈ വായന എത്ര വിപുലമാകുന്നുവോ അത്രയ്ക്കാണ് നമ്മൾ പുറം ലോകത്തെ സാംശീകരിക്കുന്നത്, അല്ലാതെ അനുഭവങ്ങളിലൂടെ അല്ല. എനിക്കങ്ങനെ പട്ടിണി കിടന്നൊരു അനുഭവമില്ല. എനിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ട ഒരു അനുഭവമില്ല. പക്ഷെ അത് കാരണം ഈ വരേണ്യവർഗത്തെ നമ്മൾ പറയുമ്പോൾ പോലും അത് മാത്രമാണ് നമുക്ക് കിട്ടുന്ന ഒരു ലോകം. അതാണ് പ്രശ്നം അവിടെ. പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല, ഈ ബന്ധങ്ങളുടെ ശിഥിലത അല്ലെങ്കിൽ ബന്ധങ്ങൾ അബ്യൂസ് ചെയ്യപ്പെടുന്ന അവസ്ഥ അങ്ങനെയുള്ളത് എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് എൻ്റെ ചോദ്യം. ഈ നാലുകെട്ടിന്റെ അകത്തൊക്കെ അല്ലെങ്കിൽ അത്തരം ആദ്യ കുടുംബങ്ങളിലൊക്കെ ഈ മീ ടു ക്യാമ്പയിൻ എന്നോ നടത്തേണ്ടതാണ് ശരിക്ക്. ഇതൊന്നും നമുക്ക് മീറ്റുവിൽ കൂടെ കടന്നു പോകുന്നതാണ് മിക്ക പെൺകുട്ടികളും. പക്ഷേ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളത് നമ്മുടെ മുതിർന്നവരോട് പറഞ്ഞാൽ അവർ പറയുന്നത് മിണ്ടാതിരിക്കണേ, നമ്മുടെ തറവാടിന്റെ അഭിമാനമാണ് എന്നാണ് പ്രശ്നം. ആരും പറയില്ല. പക്ഷേ ഇതൊക്കെ എന്ന് മുതലോ എത്രയോ കാലമായി ഇത് നടക്കുന്നതാണ്. തറവാട്ടിലൊക്കെയുള്ള മിക്ക പെൺകുട്ടികളും ഇത്തരം അനുഭവങ്ങളിലൂടെ നിശബ്ദമായി നിസ്സഹായരായി കടന്നുപോയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ കാണുന്നതാണ്. അല്ല, ഞാൻ ഒരു അനുഭവം ഒരിക്കൽ ഏതോ ഒരു ഓണപ്പതിപ്പിലോ മറ്റോ എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വീട്ടിൽ കുട്ടികളെ നോക്കാൻ ജോലിക്ക് നിന്നിരുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായിട്ടുള്ള ഒരു അനുഭവം. അതെ, അറിയാതെ എൻ്റെ വീട്ടിൽ നടന്നു തന്നെയാണ്. അത് വീട്ടിൽ നിന്നിരുന്ന രണ്ട് പണിക്കാർ തമ്മിൽ പ്രേമാവുകയും അതിലൊരാൾ പിന്നെ കല്യാണമൊക്കെ കഴിച്ച ആളാണ്. ആ പെൺകുട്ടി വീട്ടിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. അതായത് ആ കുട്ടി ഗർഭിണിയായിരുന്നു, തൂങ്ങി മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ വീട്ടിലത്തെ യജമാനന്മാരും മുതലാളിമാരും എങ്ങനെയൊക്കെയാണ് പണിക്കാരെ ചൂഷണം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടു വളരുകയാണ്. ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇത്തിരിയെങ്കിലും ന്യായത്തിലൊക്കെ വിശ്വസിക്കുന്നു എങ്കിൽ എങ്ങനെയാണ് ഇതിനോടൊക്കെ ഒപ്പം നിൽക്കുക? അങ്ങനെയാണ് നമ്മൾ വരുന്നത്. പക്ഷേ എളുപ്പമല്ല കേട്ടോ, എളുപ്പമല്ല ഒട്ടും. ഈ
ഒരിക്കലും ഞാൻ ബോംബെയിൽ പോയിട്ട് എൻ്റെ ഭർത്താവിനോട് ഇന്നൊന്ന് ചായ ഉണ്ടാക്കാമോ, എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഒരു വലിയ സ്വപ്നം കണ്ടതാണ്, എനിക്ക് ഒട്ടും ഒരു മൂഡില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഭർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാനോ ചായ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചു. അത് ഭർത്താവല്ല ചോദിക്കുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് എൻ്റെ അച്ഛനും ചോദിച്ചേനെ, എൻ്റെ ആങ്ങളെയും ചോദിച്ചേനെ, എൻ്റെ മകനും ചോദിച്ചേനെ. ഇത് സമൂഹമാണ് എന്നോട് ചോദിക്കുന്നത്. മനസ്സിലായി? ഇത് ഒരാളല്ല ഇത്. ആ ആളെ അങ്ങനെ രൂപപ്പെടുത്തിയ പലപ്പോഴും ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇവരോടൊക്കെ ഇങ്ങനെ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ഇവരോടൊക്കെ ദേഷ്യപ്പെടുകയോ ചെയ്തിരുന്നത്. അവരുമൊക്കെ ഒരു വ്യവസ്ഥിതര വിക്ടിംസാണ്. എപ്രകാരം സ്ത്രീകൾ ഒരു വ്യവസ്ഥിതര വിക്ടിംസ് ആവുന്നു, ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന പുരുഷന്മാരും അതേപോലെ ആ സൊസൈറ്റിയുടെ മൂല്യബോധങ്ങൾക്ക് കീഴിൽ ജീവിക്കുകയും അതിനെ മാനിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയും, അരിയില്ലാത്തത് എന്താണ് വീട്ടിലെന്ന ആണിനോടും ചോറില്ലാത്തത് എന്താണെന്ന് പെണ്ണിനോടും മാത്രമേ ചോദിക്കൂ. അരി കൊണ്ടുവരേണ്ടത് ആണിന്റെ ചുമതലയാണെന്ന് നമ്മുടെ സമൂഹത്തിന് യാതൊരു സംശയവുമില്ല. എന്തിന്? ഒരു ഭാഗത്ത് തുല്യത പറയുകയും ഒരു ഭാഗത്ത് ആണും പെണ്ണും ഒപ്പമാണെന്ന് പറയുകയും, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്പദ് വ്യവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം സമത്വം എന്നൊന്നും പറയുന്നത് ഒരിക്കലും പ്രാവർത്തികമാവില്ല. നിങ്ങൾ എനിക്ക് ചോറ് തരൂ, നിങ്ങൾ എനിക്ക് ഉടുക്കാൻ തരൂ, നിങ്ങൾ എന്നെ എല്ലാം നോക്കൂ, എല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് തുല്യമാണ്. ആരെ കേൾക്കുക? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സാമ്പത്തിക സ്വാതന്ത്ര്യം വളരെ വളരെ പ്രധാനമാണ് ഏതൊരാൾക്കും. പെണ്ണിനാണെന്നൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ പണിക്കാർക്കായാലും നമ്മളുടെ പുറത്ത് പണിയുന്നവർക്കായാലും ഒക്കെ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം വരുമ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന് ഇത്തിരിയെങ്കിലും അർത്ഥമുണ്ടാവും. ഈ ഇപ്പൊ ഉണ്ടായ വിവേകത്തിൽ നിന്നാണ് ഈ പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, 1972 മനസ്സിയുടെ ആദ്യത്തെ കഥാസമാഹാരം പുറത്തു വരുന്നത് അല്ലേ? ആ 72 നമ്മളിവിടെ പെണ്ണെഴുത്ത് എന്ന വാക്ക് കേൾക്കുന്നത് 1981. പക്ഷെ അന്നേ ഈ പറയുന്ന പെണ്ണെഴുത്തിൻ്റെ സ്വഭാവമുള്ള കഥകൾ, സ്ത്രീ എന്ന് പറയുന്ന സ്വത്വം നിർവചിക്കപ്പെടുന്ന കഥകൾ മാനസി എഴുതി തുടങ്ങിയിരുന്നു. അങ്ങനെ വരുമ്പോൾ ദേവി മഹാത്മ്യം എന്ന കഥ, അതിൻ്റെ ഏറ്റവും പരിച്ഛേദമായി നിൽക്കുന്ന ഒരു കഥയാണ് ദേവി മഹാത്മ്യം. ആ കഥയിലെ ഓരോ വാചകവും സമൂഹത്തിന് നേരെയുള്ള വലിയ ചാട്ടുളികളാണ് ഓരോ വാചകവും. ആ കഥ എഴുതാനുണ്ടായ സാഹചര്യം ഒന്ന് വ്യക്തമാക്കണം. അതൊരു കുറച്ച് നഗര പശ്ചാത്തലമുള്ള കഥ കൂടിയാണ്. അതുണ്ടാവുന്നത് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പണിയെടുക്കാൻ വന്നിരുന്ന ഒരു സ്ത്രീയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവരുടെ മകനെ ഭർത്താവ്, കള്ളുകുടിയനായിട്ടുള്ള ഭർത്താവ് എടുത്തു കൊണ്ടുപോവാണ്. അവൾക്ക് അതിലൊരു അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ അയാൾ എടുത്തു കൊണ്ടുപോവാണ്. അപ്പോൾ അവൾ പ്രസവിച്ചിട്ട് 14 ദിവസമേ ആയിട്ടുള്ളൂ. ഈ മുലപ്പാൽ ഊറുന്ന ഈ ജാക്കറ്റൊക്കെ നനഞ്ഞിട്ട് വീട്ടിൽ ജോലിക്ക് വരികയാണ് ആ സ്ത്രീ. അപ്പം ഞാൻ വീണ എന്നുള്ള പേര്. അപ്പോൾ വീണയോട് ഞാൻ ചോദിക്കുന്നത് എന്തേ പറ്റിയ ചോദിക്കും, പറയും അവനെ അയാൾ എടുത്തു കൊണ്ടുപോയി എന്ന് മാത്രമാണ് പറയണത്. എന്നിട്ട് അവൾ കരയാണ്. എന്നിട്ട് ഈ മുലപ്പാല് ഒരു കപ്പിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. കാരണം ഈ മുല കല്ലച്ചിട്ട് ഈ പാല് വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ നിന്ന് പിന്നെ അവിടെ ഞങ്ങൾ അറിയുന്ന ഒരു ഇത്, ആൺകുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് 3-ാം തവണയും 4-ാം തവണയും ഒക്കെ കല്യാണം കഴിക്കുന്ന മാർവാടികളെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ അതും എനിക്കറിയാം. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് എനിക്ക് ഈ ആക്ച്വലി വീണയാണ് അതിലത്തെ പ്രധാന കഥാപാത്രം. അവരെല്ലാവരും കൂടിയിട്ടാണ്, അതാണ് ആ കഥയുടെ ബീജാപാപം നടക്കാനുള്ള കാരണം. എഴുത്ത് മാത്രമല്ല, സ്ത്രീയുടെ അതില് ഒരു കാര്യം അതിലുണ്ട്. നമ്മളെപ്പോഴും പറയല്ലോ ദേവി 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 എന്നല്ലേ പറയുക. ആശഭാരത സംസ്കാരം, പെണ്ണിനെ ദേവി എന്നല്ലേ പറയുക. എന്നിട്ട് എങ്ങനെയാണ് പെണ്ണിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് വീട്ടില് പുറത്ത് എല്ലാവരും ഒക്കെ, അതിൻ്റെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് ഞാൻ ഈ ദേവി മഹാത്മ്യം എഴുതുന്നത്. അത് മുഴുവൻ സർക്കാസാണ്. ഈ എഴുത്ത് മാത്രമല്ല, സ്ത്രീയുടെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യ ആവിഷ്കാരങ്ങളെയും ഈ കുടുംബം വിലക്കുന്നു. അതാണ് പാലമില്ലാത്ത പുഴ എന്ന് പറയുന്ന കഥ. ഒരു സ്ത്രീയുടെ ആന്തരജീവിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ മാനസയുടെ പാലമില്ലാത്ത പുഴ എന്ന് പറയുന്ന കഥയിലൂടെ കടന്നു പോകണം. അപ്പോൾ അവിടെ വീണ വായിക്കുന്ന പെൺകുട്ടിയാണ്. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വീണയും കൊണ്ട് ചെല്ലാൻ അവൾക്ക് അനുവാദമില്ല. ചെന്ന് കഴിയുമ്പോൾ അവൾ എങ്ങനെയാണോ ഒറ്റപ്പെട്ടു പോകുന്നത്, അവസാനം അവൾ തിരികെ പോരുന്നു. പക്ഷെ തിരികെ എത്തുമ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. അത് സ്വന്തം വീട് എന്ന് പറയുന്ന ഒന്ന്
വിവാഹത്തോടുകൂടി സ്ത്രീക്ക് ഇല്ലാതെയാവുന്നു എന്നത് മാൻസിയുടെ കഥകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈ അടുത്ത കാലത്ത് എഴുതിയ വീട് എന്ന് പറയുന്ന ഒരു കഥയിൽ പോലും അതേ വിഷയം കടന്നു വരുന്നുണ്ട്. പശ്ചാത്തലം കേരളമല്ല അത്. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന വീട് ആന്തരജീവിതവുമായി ബന്ധപ്പെട്ട് ശരിക്കും നമ്മളുടെയൊക്കെ ഈ പ്രത്യേകിച്ചും പാട്രിയാർക്കലായിരുന്നു, ഞാനല്ല എന്നിട്ട് പോലും ഈ പാട്രിയാർക്കലായിട്ടുള്ള സൊസൈറ്റിയിൽ ഒരു സ്ത്രീ വിവാഹിതയാവുന്നതോടുകൂടി ഇത് സ്ത്രീപക്ഷവാദമൊന്നും അല്ലാട്ടോ, ഇത് ഡിപ്പെൻഡൻ്റ് ആരെ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നുവോ എന്നുള്ള ഭാഗത്തുനിന്ന് വെച്ച് വേണം നോക്കാൻ. അതാണ് പെണ്ണ് എന്നൊന്നും അല്ല. ശരിക്ക് ആണും പെണ്ണും ഒക്കെ അങ്ങനെ ആയിപ്പോകുന്ന സ്ഥാനങ്ങളിലായി പോവുകയാണ് സാമൂഹ്യപരമായിട്ട്. അപ്പം ഇവര് നോക്കുമ്പോൾ ഈ പെണ്ണിന് മഹാരാഷ്ട്രയിലൊരു സിസ്റ്റം ഉണ്ട്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പിടി അരി അവർ ഈ വീടിൻ്റെ ഉമ്മറപ്പടിക്ക് നിന്നിട്ട് പിന്നിലേക്ക് എറിയും. അതിൻ്റെ അർത്ഥം ഇന്ന് വരെ ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതൊക്കെ ഞാൻ മടക്കി തരുന്നു എന്നാണ്. ഇനി എനിക്ക് ഈ വീടുമായി യാതൊരു ബന്ധവുമില്ല. അതാണ് ആ മഹാരാഷ്ട്രീയൻ അതിൻ്റെ ആ ചടങ്ങിൻ്റെ അർത്ഥം. പ്ലസ് അവര് ഇപ്പം ഇല്ല, അത് ഇപ്പം നിന്നു അല്ല, ഈ ചടങ്ങല്ല നിന്നത്. ഇവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഈ സ്ത്രീക്ക് വേറൊരു പേര് കൊടുക്കും. ഇപ്പം ഞാനൊരു എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരു മഹാരാഷ്ട്രീയൻ സ്ത്രീയോട് പേരെന്താന്ന് ചോദിച്ചാൽ അവർ പറയുക, എൻ്റെ പേര് ഷാദിക്ക പേലേക്കാണ്, അതായത് കല്യാണത്തിന് മുമ്പുള്ള പേരോ കല്യാണത്തിന് ശേഷമുള്ള പേരോ എന്നാണ് അവർ ചോദിക്കുക. അപ്പൊ ഈ ചടങ്ങ് അതാണ്, വീടാണ് നഷ്ടപ്പെടുന്നത് അവൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീ എവിടേക്ക് ഇറങ്ങി പോവാ, ചവിട്ടിപ്പുറത്താക്കാൻ ആരെ എപ്പോൾ വേണമെങ്കിലും എവിടേക്ക് പോവും. അവര് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. സ്വന്തം വീട്ടിലേക്ക് പോയാൽ പറയും നിന്റെ വീട് അതാണ്, നിന്റെ വീട് അതാണ് എന്നാണ് പറയുക. മാത്രമല്ല വെറുതെ തറവാടിന്റെ മാനം കളയരുതേ എന്ന് പറയും. എല്ലാ ഈ അമ്മമാരും പറയുന്ന ഒന്നുണ്ട്, ഇനി അവിടെ പോയിട്ട് എന്താ വെച്ചാൽ അതിനനുസരിച്ച് ജീവിക്കുക, അല്ലാണ്ട് ഇങ്ങനെ മടങ്ങി വന്ന് പേര് നാശാക്കരുത് എൻ്റെ നിങ്ങളുടെ എന്നാണ്. സ്വീകരിക്കില്ല അവര്. ഇത് തമാശയായിട്ട് പറയണതല്ല, സ്വീകരിക്കില്ല. അങ്ങനെയാണ് ഈ എന്താ പറയാ സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിക്കലൊക്കെ ഇല്ലേ. എന്ന് വരെ സ്റ്റൗ പൊട്ടിത്തെറിച്ചിട്ട് ഒരാണും മരിച്ചു കണ്ടിട്ടില്ലല്ലോ. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിക്കുമ്പോ ഒക്കെ പെണ്ണുങ്ങളാണ്. അത് രണ്ട് കാര്യം പറയുന്നുണ്ട്, അടുക്കള പെണ്ണിൻ്റെതാണെന്നും പ്ലസ് ഈ പൊട്ടിത്തെറിക്കൽ പെണ്ണിന് മാത്രമാണ് വരുന്നതെന്ന്. അത് അപ്പൊ അങ്ങനെ ഈ വീട് അതോടുകൂടി നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വത്താണ്. മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ആർക്കും നഷ്ടപ്പെടുന്നത് സ്വന്തം സ്വത്വമാണെന്ന് അറിയുക. അതാണോ പെണ്ണോ ദളിതനോ വേറെ അന്യജാതിക്കാരനോ മതക്കാരനോ ആരോ ആവട്ടെ, ഈ ഡിപ്പെൻഡൻസ് ആണ് നിങ്ങളെ ഈ എന്താ പറയാ ഇങ്ങനെ ഒരു സ്ലേവാക്കി മാറ്റുന്നത്. അതിൽ നമ്മൾ പറയും ഭർത്താവ് ഭാര്യ അടിച്ചപ്പോ സാധാരണ എല്ലാവരും പറയാൻ പറയും, ഓ പവന അവളെ ഒന്ന് അടിച്ചു അതുകൊണ്ട് എന്താ എന്നുള്ളൊരു ചോദ്യം വരും. അത് ഈ ഒന്നെന്താ അറിയോ, ഭർത്താവ് അടിക്കുന്നത് തിരിച്ചു കിട്ടില്ല എന്നുള്ള ബോധമുണ്ട്. ശരിക്കും തിരിച്ചു കിട്ടില്ല എന്നുള്ള ബോധ്യം വരുമ്പോഴാണ് ഈ അടിയൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നത്. ഒരിക്കലും ഒന്ന് തിരിച്ചു കൊടുത്തു നോക്കാമോ, നിൽക്കുവാടെ അതൊന്ന്. അതിന് സമൂഹം അതിന് നിങ്ങളുടെ കൂടെ നിൽക്കും. ഇത് കാരണം ഇപ്പൊ നമ്മളുടെ ജന്മികൾ പണിക്കാരെ അടിച്ചു തരുന്നില്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെയുള്ള ഈ അവസ്ഥകളിലേക്ക് കൊണ്ടുവരുന്നത് ഇത്തരം സാമൂഹ്യമായിട്ടുള്ള അനുവാദങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഒരു വ്യവസ്ഥിതി. ആ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുക. ഇവിടെ ഇന്നത്തെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു ഈ ദേശം കാലം എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ഇന്നും എൻ്റെ കഥകളിലൂടെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നത് ആശയങ്ങളെയാണ്. ദേവിമാഹാത്മ്യായാലും ശീലാവതി എന്നുള്ള എൻ്റെ ഒരു കഥയുണ്ട്, മിത്തിനെ അപനിർമ്മിച്ചു കൊണ്ടുവരുന്നതാണ് ശീലാവതി. അങ്ങനെ പലതിനെയും ഞാൻ എൻ്റെ കഥകളുടെ പശ്ചാത്തലം എനിക്ക് അത്രയൊന്നും പ്രധാനമല്ല. അതായത് ദേശം പ്രധാനമല്ല, അത് എവിടെയും എവിടെ വെച്ച് സംഭവിക്കാം. അങ്ങനെയുള്ള ആശയങ്ങളെയാണ് ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുള്ളത്. പാട്രിയാർക്കി നമ്മളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് നിയന്ത്രണങ്ങൾ. മതം പിന്നെ അറിയാലോ, മതം ഏത് മതമായാലും സ്ത്രീ വിരുദ്ധാണ്. എല്ലാ മതങ്ങളും അത് സ്ത്രീ വിരുദ്ധാണെന്ന് പറയും ഞാൻ. അപ്പോൾ ഈ മതം പാട്രിയാർക്കിയുടെ ഭാഗമായിട്ടാണ് കൂട്ടുപിടിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതൊന്നും മറ്റൊരു സംഗതി നമ്മൾക്ക് ആലോചിക്കാൻ വയ്യ.
അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവവിശ്വാസം. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പെണ്ണായി പറഞ്ഞതിൽ ആരുടെ കുറ്റ? എനിക്ക് നിയന്ത്രണങ്ങൾ വരണം. ഏതെങ്കിലും ദൈവം പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിക്കില്ല, പിന്നെ എന്ത് സമത്വത്തെ കുറിച്ചിട്ടാണ് ഈ ദൈവമേ നീ ഇതൊക്കെ സംസാരിക്കണേ, ചോദിക്കില്ലേ? അപ്പൊ ഇതൊന്നും ദൈവം വരണമെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ചലഞ്ച് ചെയ്യുന്നത്, വെല്ലുവിളിക്കുന്നത്. എനിക്കറിയില്ല, ദൈവം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ നമ്മൾ പ്രതിരോധം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞു വന്നത് അല്ലേ? ഒരു പ്രതിരോധം ഉണ്ടാകുന്നു. അപ്പൊ പാട്രിയാർക്കി അല്ലെങ്കിൽ ഗ്രാമം, നഗരം ഇതെല്ലാം ചേർന്നുണ്ടാക്കിയ ഒരു എഴുത്തിന്റെ സ്വത്വം മാനസികമുണ്ട് എന്ന് ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആ പ്രതിരോധത്തിന്റെ ഭാഷയ്ക്ക് എവിടത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും പ്രതിരോധത്തിന്റെ, കാരണം മാനസിയുടെ കഥകളിലുള്ള ശക്തമായ ഭാഷയാണ്, വളരെ ശക്തമായ ഭാഷ. അതിൽ തന്നെ വളരെ ഗ്രാമീണമായ പ്രയോഗങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ കഥ പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഓതനോടും പോലെ എന്ന് പറഞ്ഞ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം തേടി ഞാൻ അലഞ്ഞത്. ആരോട് ചോദിച്ചിട്ടും എനിക്ക് ആ അർത്ഥം കിട്ടിയില്ല. അവസാനം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഈ പഠനവും തുടങ്ങിയ ഒരു 10-12 കൊല്ലത്തിന് ശേഷമാണ്. അത് കഴിഞ്ഞാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായത്. അപ്പോൾ അത്തരത്തിൽ വളരെ ഗ്രാമീണമായ വളരെ ലളിതമായ പ്രയോഗങ്ങളും ഉണ്ട്. പക്ഷേ പ്രതിരോധത്തിന്റെ ഭാഷ വളരെ ശക്തവുമാണ്. അപ്പൊ അതെവിടെ നിന്നാണ് ഉണ്ടായത്? ഒരു കാര്യം, ഈ കഥ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാരൂപമാണ്. അതിൻ്റെ കണ്ടന്റ് പോലെ തന്നെ വളരെ പ്രധാനമാണ് അതിൻ്റെ ഫോർമാറ്റിംഗ്. അല്ലെങ്കിൽ ഞാൻ ലേഖനം എഴുതിയാൽ പോരെ? എനിക്ക് ആശയത്തിനെയാണ് എതിർക്കേണ്ടതെങ്കിൽ ഞാൻ ലേഖനം എഴുതിയാൽ മതി. എന്തിനാ കഥ? അപ്പൊ ഈ കഥ എഴുതുമ്പോൾ നമ്മൾ ഭാഷ കൊണ്ട് അതിനെ നല്ലൊരു ചന്തത്തിൽ അണിയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ഭാഷയെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള സംഗതികളെ പറയാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ നമ്മൾക്ക് ഇവിടെ എനിക്ക് പരിചിതമായ ഭാഷ ശക്തമല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കും, പുതിയ പ്രയോഗങ്ങൾ കണ്ടുപിടിക്കും. വാക്കുകളല്ല, ശരിക്കും അങ്ങനെയാണ് ഞാൻ നിരാലംബമായ ആകാശം എന്നും എന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ആകാശം എന്നൊക്കെ ഞാൻ എഴുതുന്നത്. അത് മാത്രമല്ല, ഓരോ കഥ കഴിയുമ്പോഴും നമ്മൾ എന്നെ തന്നെ ഒരു ഹൈജമ്പ് ചാടലുണ്ടായില്ല. അതായത് ഒരു വടി ആദ്യം വയ്ക്കും, ആ കഥ എഴുതി അടുത്ത കഥ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ നന്നായിട്ട് എഴുതണം, ഈ വടി ഒന്ന് ഉയർത്തി വെക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഈ 10 കഥ എഴുതുന്നത്? ഒരു കഥ എഴുതിയാൽ പോരെ. ഈ ഹൈജമ്പ് ചാടലുകളുടെ ഭാഗമായിട്ടാണ് പുതിയ പുതിയ പ്രയോഗങ്ങൾ എനിക്ക് തേടേണ്ടി വരുന്നത്. ഒരുപാട് ശ്രമിച്ചിട്ട് തന്നെയാണ് ഞാനത് എഴുതാറ്. എനിക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ അത് വേണ്ടത്ര ശക്തമല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ പലപ്പോഴും ഈ പുതിയ പ്രയോഗങ്ങളിലേക്ക് കടക്കാറുണ്ട്. അത് എനിക്ക് തൃപ്തി തരുന്നു എന്നുള്ളതാണ് ആ ഭാഷയുടെ. പിന്നെ ഗ്രാമീണ ഭാഷ നമ്മളുടെ ക്യാരക്ടർ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളത്, ആരാണ് സംസാരിക്കുന്നത്, ആ ആളുടെ ലെവലിൽ നിന്നിട്ട് വേണമല്ലോ ആ ഭാഷ. അതങ്ങനെയാണ് ഈ ഗ്രാമീണ ഭാഷയിൽ വരുന്നത്. നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഞാൻ മാനസിയുടെ 1-2 പ്രയോഗങ്ങൾ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ആ ഭാഷയെപ്പറ്റി നിങ്ങൾക്കൊരു പെട്ടെന്നൊരു ക്ലാരിറ്റി കിട്ടും. മനസ്സാണ് ഇതിനെല്ലാം. നമ്മൾ സാധാരണ പറയില്ലേ, എനിക്ക് മനസ്സിലാല്ലേ, മനസ്സാണ് നമ്മുടെ ശക്തി എന്നൊക്കെ പറയില്ലേ. മനസ്സിലെ കഥകളിൽ മനസ്സ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാം. പലതരം ചായങ്ങൾ തട്ടിവീണ ക്യാൻവാസ് പോലെയാണ് മനസ്സ്. ആളുന്ന ഒരു തീക്കണ്ടം പോലെയാണ് മനസ്സ്. വെയിലത്തിട്ട് ഉണക്കാൻ അല്പം പോലും സമയം കിട്ടാതെ കരിമ്പായിൽ പിടിച്ച മനസ്സ്. ഇനിയും ഈച്ച വീഴാതെ ഇരിക്കാൻ അടച്ചു വെച്ച കാപ്പി പോലെ മുകളിൽ നനുത്ത പാട വീണ് ആറി തണുത്തുപോയ മനസ്സ്. ഇത്രയും ക്രൂരമായ ഭാഷയിലാണ് എഴുതുന്നത് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാനത് വായിച്ചത്. ഏതായാലും മലയാള സാഹിത്യത്തിൽ വളരെ വ്യത്യസ്തമായ കഥകൾ കൊണ്ട് ഒരു പുതിയ ഭാവുകത്വം തന്നെ സൃഷ്ടിക്കുകയും അതിൽ തന്നെ ഒരു സ്ത്രീക്ക് മാത്രം എഴുതാവുന്നത്. ഇപ്പോൾ ബോംബെ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സ് എഴുതിയൊരു കഥയുണ്ട്, പൗരധർമ്മവും ഫിസിക്സ് പ്രാക്ടിക്കലും. ആ കഥയെന്ന് വായിക്കുമ്പോൾ എനിക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു ഒരു പുരുഷനാണ് ആ കഥ എഴുതിയെങ്കിൽ ആ കഥ അങ്ങനെയൊന്നുമല്ല വരുന്നത്. കാരണം മകൻ്റെ ഫിസിക്സ് പ്രാക്ടിക്കൽ മകൻ്റെ പരീക്ഷയ്ക്ക് ഈ ഒച്ച ബഹളം പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്ന ഒരു അമ്മയും അത് പിന്നീട് വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതും ഒക്കെയാണ് അവതരിപ്പിക്കുന്നത്. ഇവ ബോംബെയുടെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു 5 കഥകളെ മനസ്സ് എഴുതിയിട്ടുള്ളൂ. അതിൽ തന്നെ ഏറ്റവും നാം ചർച്ച ചെയ്യപ്പെടുന്ന കഥയാണ് ഈ പൗരധർമ്മവും ഫിസിക്സ് പ്രാക്ടിക്കലും എന്ന കഥ. അതേക്കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പൗരധർമ്മം ഫിസിക്സ് പ്രാക്ടിക്കൽസ് എന്നുള്ളത് ശരിക്കും എൻ്റെ വീട്ടിൽ ഇങ്ങനെ
വേറെ ആൾക്കാരും സത്യനാരായണ പൂജ പറഞ്ഞൊന്നുമില്ല മഹാരാഷ്ട്രീൻസിന്, അതിങ്ങനെ ബ്ലെയർ ചെയ്യും ഈ മൈക്രോഫോൺ ഇങ്ങനെ ലൗഡ് സ്പീക്കർ വെച്ചിട്ട്. നിയമമൊക്കെ ഉണ്ട് 9 മണി വരെ പാടുള്ളൂ എന്ന്. അപ്പോൾ 9 മണി വരെ കഴിഞ്ഞിട്ട് ഇത് നിർത്തിയിട്ടില്ലായിരുന്നു ലൗഡ് സ്പീക്കർ. അപ്പം ഞാൻ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കുട്ടികൾക്ക് പരീക്ഷയുണ്ട്, ഇവിടെ രോഗികളുണ്ട് അതൊക്കെ. അപ്പം എന്നോട് പോലീസ് പറഞ്ഞു മാഡത്തിന് ദൈവമില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ദൈവമുണ്ട്, പക്ഷെ അയാൾ ചെവി കേൾക്കും, അയാൾക്ക് എളുപ്പത്തിൽ കേൾക്കും ചെവി, ഇത്ര ഇങ്ങനെ ഉറക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അതിൽ നിന്നാണ് ആ കഥ ഉടലെടുക്കുന്നത്. ആ കാലത്താണെങ്കിൽ ശിവസേന വളരെയധികം മുന്നോട്ട് വരികയും മതപരമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ അവർ മുന്നോട്ട് വെച്ചാൽ അത്തരം ഇപ്പൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള പൊളിറ്റിക്സിൽ ഈ മതം കലർത്താൻ ശ്രമിക്കുകയും, ഹിന്ദുവിൻ്റെ ഹൃദയ സാമ്രാട്ടാണ് ബാൽ താക്കറെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മതം പൊളിറ്റിക്സിൽ കലർത്താൻ ശ്രമിക്കുകയും അതിൻ്റെ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുകൾ ജനം അനുഭവിക്കാൻ തുടങ്ങുകയും ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ പൗരധർമ്മവും ഫിസിക്സ് പ്രാക്ടിക്കൽസും ഉണ്ടാവുന്നത്. അത് ഒരു ഗുണ്ടകളാണ് ശരിക്കും. ഈ ഗുണ്ടകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് സാധാരണക്കാരൻ്റെ സ്ഥിതി? എങ്ങനെയാണ് നമ്മളൊരു പ്രതിരോധം ഈ ഗുണ്ടകൾക്കെതിരെ? ഗുണ്ട തന്നെയാണ് ഞാൻ പറയുന്നത്. അത് പൊളിറ്റിക്കൽ ആവാം, അത് റിലീജിയസ് ആവാം, അത് ഈ ഗുണ്ടായിസം എന്തൊക്കെ തരത്തിൽ എവിടെ നിന്നൊക്കെ വരാമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് നിസ്സഹായനായ ഒരു സാധാരണക്കാരൻ്റെ സ്ഥിതി എന്നാണ് ഞാൻ ആലോചിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഈ ഇവിടെ ഇപ്പോൾ ചോദിക്കാത്ത ഒരു കാംബ്ലയുടെ ഒരു ദിവസം നമ്മുടെ ദളിതന്റെ ജാതി ഈ വീട്ടില് ഒരു ഇങ്ങനെ ബങ്കികൾ എന്ന് പറഞ്ഞവരാണ് നമ്മൾ ഈ വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ വരിക സാധാരണ ഫ്ലാറ്റില്. അപ്പൊ അത് കൊണ്ടുപോയി ആക്കില്ലേ അവിടെ എനിക്ക് തൊട്ടടുത്തുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു. അവര് ഈ വേസ്റ്റ് ഡബ്ബ പുറത്ത് വയ്ക്കും, അവരെടുത്തു കൊണ്ടുപോയാൽ ഈ വേസ്റ്റ് തിരിച്ചു വരുമ്പോൾ അവരവിടെ മുഴുവനും പുണ്യാഹം തെളിക്കും. അങ്ങനെ ചെയ്തിരുന്ന, അതായത് ജാതിയൊക്കെ നമ്മുടെ മനസ്സിൽ അത്രമാത്രം രൂഢമൂലമായി തന്നെ നിൽക്കുന്നു ഇന്നും എന്ന് എനിക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് ഈ കാംബ്ലയുടെ ഒരു ദിവസം. അതേപോലെ ഞാൻ മങ്ങുന്ന വെയിൽ പറഞ്ഞൊരു പട്ടേലിന്റെ ഒരു ദിക്കിൽ പോയിട്ടുള്ള കഥയുണ്ട്. അവിടെ ഒരു വെള്ളരിക്ക കട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ദലിത് കുട്ടിയെ, ആദിവാസി കൂടിയാണ്, അതിന് പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഉണ്ടാക്കിയതൊന്നല്ലേ, ശരിക്കും നടന്നതാണ്. അങ്ങനെ കെട്ടിയിട്ട് അപ്പൊ അമ്മ നിലവിളിക്കുകയാണ് അവനെ വിടണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു കുട്ടിയെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്, ഗ്രാമത്തിലാണ്, മഹാരാഷ്ട്രയുടെ ഗ്രാമത്തിന്റെ ഉൾഭാഗത്താണ്. ഇനി അതാണ് അങ്ങനത്തെ കഥ. അതായത് സ്ത്രീപക്ഷ കാര്യങ്ങളൊന്നല്ല. സ്ത്രീപക്ഷം ഞാൻ എഴുതാനുള്ള ഒരേ ഒരു കാരണം സ്ത്രീകൾ അനീതി അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അനീതി അനുഭവിക്കുന്ന എല്ലാവരുടെയും ഭാഗത്താണ് ഞാൻ. ഇനി അവിടെ നിന്ന് ചോദ്യങ്ങളാവാം എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു എഴുത്തുകാരിയോട് ധാരാളം ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ പേര് അഖില. ഞാൻ ശക്തൻ തമ്പുരാൻ കോളേജിൽ നിന്ന് വരിക. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. 3rd ഇയേഴ്സ് ആണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, മാം ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്നതിൽ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഈ പുരുഷ മേധാവിത്വം. പെട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഈ ഒരു ആധിപത്യം കൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് മാം പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം, അതില്ല എന്നല്ല പറയുന്നത്, എന്നാലും സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലായാലും ഇപ്പം നമ്മൾ കണ്ടുവരുന്നതായാലും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീകൾ തന്നെയാണ് അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക. അല്ലെങ്കിൽ പുരുഷന്മാരിങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ അവർ ആൺകുട്ടികളാണ്, അവരോട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ സ്ത്രീകളാണ്, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നത് ശരിക്കും സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ അവർക്കും കൂടി ശരിക്കും നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് കൊടുത്തിട്ടാണോ? ശരിക്കും അവരും കൂടിയും ഇതിന് പ്രതികളല്ലേ? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ താഴ്ന്നു പോണേന് ശരിക്കും അവരും കൂടിയും പ്രതികളല്ലേ? 100% ശരിയാണ്. പക്ഷേ അതിലൊരു പക്ഷിയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളോട് പറയുന്ന ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരവും അവര് ജനിച്ച് ജീവിച്ച് വളർന്ന അന്തരീക്ഷം എന്താണ്, അതുകൂടി നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് ഇവിടെ പുരുഷന്മാർ സാധാരണ പറയും ഈ എന്താ പറയുക, സ്വർണവും സാരിയും ഒക്കെ തന്നെ പെണ്ണുങ്ങളുടെ സംസാരത്തിൽ വരാറുള്ളൂ. പണ്ട് M. കൃഷ്ണൻ നായർ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ത്രീകളുടെ കഥകളും ഇങ്ങനെ വീടിനെ ചുറ്റിപ്പറ്റി അടുക്കള ചുറ്റിപ്പറ്റി ആവുന്നത് എന്താ കാരണം?
അവരുടെ ലോകം അതാണ്. പിന്നെ ഞാൻ എപ്പോഴും ഈ സ്ത്രീ പുരുഷൻ എന്ന് ഞാൻ പറയുമ്പോൾ, പുരുഷ മേധാവിത്വം സ്ത്രീ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇതൊരു ചിന്താഗതിയുടെ പ്രശ്നമാണ്. ഈ ചിന്തയില് നിങ്ങള് ഈ അനീതിക്കെതിരെ നിൽക്കുന്നു എങ്കിൽ, ചിന്തയിലാട്ടോ അത് നിൽക്കുന്ന, ഈ ഭാഗത്ത് ആണുണ്ട് പെണ്ണുണ്ട്, മറ്റേ ഭാഗത്തും ആണുണ്ട് പെണ്ണുണ്ട്. ഈ ആണും പെണ്ണും എന്നുള്ള അല്ലാതെ വേർതിരിവ്, ചിന്താഗതിയിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് വേർതിരിവ്. നിങ്ങൾ അനീതിക്കൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പരമ്പരാഗതമായ വിശ്വാസങ്ങളെ വീണ്ടും പുലർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു മട്ടിലാണ് നിങ്ങൾ ജീവിക്കുക. അത് ആണുണ്ട് പെണ്ണുണ്ട്, അതിൽ ആണും പെണ്ണല്ല വ്യത്യാസം. ഇതേപോലെ ഈ ഭാഗത്തും ഉണ്ട് രണ്ട്. ഞാൻ പെണ്ണല്ലേ, അപ്പൊ ഞാൻ ഈ ആണുങ്ങളെ ഇഷ്ടം പോലെ ചാലഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. ഞാനുള്ള ഒരു അർത്ഥത്തിലല്ല ഞാൻ പറയണത് ചിന്താഗതിയിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ ഈ പന്തിബോധനം വേണ്ടെന്നും വേണമെന്നും പറയുന്ന രണ്ട് കൂട്ടരുണ്ട്, പറയും ആണുണ്ട് പെണ്ണുണ്ട്, രണ്ട് ഭാഗത്തുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അതില് എന്തുകൊണ്ട് ആ അമ്മമാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ പറയുന്നു എന്നുള്ളതിന് അവരുടെ എക്സ്പോഷർ, അവരെ പാട്രിയാർക്കൽ സൊസൈറ്റി വളരെ ഭംഗിയായി രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് മാം ഇപ്പോ പറഞ്ഞു ഒരു കുട്ടിയെ കത്തിച്ചു എന്ന് പറഞ്ഞു. ആ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും പറഞ്ഞില്ല. ആൺകുട്ടിയായിരുന്നത്. ദലിതനും ആദിവാസിയുമായിട്ടുള്ള ഒരു ആൺകുട്ടിയെയാണ് കത്തിച്ചത്. അപ്പോൾ അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം, അമ്മോള് ചോദിച്ചതിനോട് ചേർത്ത് ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പം എൻ്റെ അമ്മ വളർന്നു വന്ന സാഹചര്യം വളരെ ഫ്യൂഡലായ പാട്രിയാർക്കലായ സാഹചര്യമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്നെ അങ്ങനെ തന്നെ രൂപപ്പെടുത്താൻ പറ്റുമായിരുന്നുള്ളൂ. ഒരുപാട് നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിർത്തിക്കൊണ്ട് തന്നെ വളർത്തിക്കൊണ്ടുവരാൻ വരുമായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മുൻതലമുറ ഏറ്റവും ഭയന്നിരുന്നത് സമൂഹത്തെയായിരുന്നു. എപ്പോഴും മറ്റുള്ളവരെന്ത് പറയും എന്ന തലവേദനയിലൂടെയാണ് അവർ ജീവിച്ചു വന്നത്. എൻ്റെയൊക്കെ കാലമായപ്പോഴാണ് മറ്റുള്ളവരെന്ത് പണ്ടാരം വേണേൽ പറഞ്ഞോട്ടെ എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞത്. പക്ഷേ എൻ്റെ അമ്മയോട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഒറ്റ ഉപദേശമേ തന്നുള്ളൂ. ആ ഉപദേശം ഇതായിരുന്നു: പുരുഷൻ്റെ മുൻപിൽ ഒരിക്കലും കരയരുത്, അവിടെ നമ്മുടെ പരാജയം ആരംഭിക്കുകയാണ്. അമ്മയുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു ഫെമിനിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത്. ശരിക്കും നമ്മളുടെ മനസ്സിലുള്ള, ഞാൻ ഈ തല്ലിനെ കുറിച്ച് അത് പറഞ്ഞ അവിടെ വിട്ടു, നമ്മളുടെ ഫിയർ ഉണ്ടല്ലോ, നമുക്ക് തോന്നണ എതിരാളിക്കുള്ള ഫിയർ ആണ് ശരിക്ക് മറ്റവന്റെ പവർ. അപ്പുറത്ത് നിൽക്കുന്നവന് ശക്തി കൊടുക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്നവന്റെ പേടിയാണ്. ഈ പേടി ഒന്ന് കളഞ്ഞാൽ മറ്റവനാണ് ശക്തിഹീനനാവുന്നത്. അത് മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞത്, ആണും പെണ്ണും അല്ല സംഗതി. ചിന്താഗതിയിൽ എങ്ങനെയാണ്, എവിടെ നിൽക്കുന്നു നിങ്ങൾ, ചിന്തയിൽ എവിടെ നിൽക്കുന്നു നിങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവസാനിപ്പിക്കട്ടെ. ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യയെ കൊന്നത് പാമ്പിനെ വിട്ട് കൊല്ലിച്ചതാണ്. അതിന് കൂട്ടുനിന്നത് ആ വ്യക്തിയുടെ അമ്മയമ്മ. സാറേ, എക്സെപ്ഷൻസ് ഉണ്ടാവും. അല്ല, ഒന്നാമത് ഇതിന്റെ കാരണം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളും പറഞ്ഞത് ഇത് തന്നെയാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് എതിരാണെന്ന് പറയുന്നതിന് മുൻപ് ആ സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ വാല്യൂ സിസ്റ്റം എന്താണ്, ആ വാല്യൂ സിസ്റ്റം എവിടുന്ന് വന്നു, ആ വാല്യൂ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ കുട്ടി പറഞ്ഞ പോലെ ആണ് ഇങ്ങനെയാവണം പെണ്ണ് ഇങ്ങനെയാവണം എന്ന് പറയുന്നത് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ മൂല്യബോധങ്ങളിലാണ് ഈ സ്ത്രീയും പുരുഷനും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മൂല്യവ്യവസ്ഥിതി മാറാത്തിടത്തോളം ഇത്തരം ഇങ്ങനെ സംഭാഷണങ്ങളായി മാത്രമേ അവസാനിക്കുള്ളൂ. ഈ മൂല്യവ്യവസ്ഥിതിയെ മാറ്റുക എന്നുള്ളതാണ് ഈ തലമുറയുടെ ചുമതല. എന്തായാലും നിങ്ങൾ കൂടുതൽ വായിക്കണമെന്നും മാനസിയുടെ കഥകളിലൂടെ കടന്നു പോകണമെന്നും ആ കഥകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെന്നും കോടിയ ചിരികൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ചിരിക്കാൻ കഴിയുന്നത് എന്ന് തിരിച്ചറിയണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന സാഹിത്യ അക്കാദമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കും. നന്ദി. എല്ലാവർക്കും നമസ്കാരം.